ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ മാനേജ്മെൻറ്റ് പ്രോസസ്സിലെ പ്ലാനിങ് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഓർഗനൈസിങ് ഇതിൽ നമ്മുടെ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ഡെഫിനിഷൻ പഠിക്കാനുണ്ട്, പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്, ഓർഗനൈസേഷണൽ സ്ട്രക്ചറും ഓർഗനൈസേഷണൽ ചാർട്ടും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഇൻ വിച്ച് ദി സിൻക്രണൈസേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ടേക്സ് പ്ലേസ്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഇതിൽ റിസോഴ്സസിൻ്റെ, ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസിൻ്റെ സിൻക്രണൈസേഷനും കോമ്പിനേഷനും നടക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ ഓഫ് കമാൻഡ് ആണ്. ഇതെന്ന് പറയുന്നത് ആർക്കാണ് ഒരു ഓർഗനൈസേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരാണ് സുപ്പീരിയർ എന്ന കാര്യമാണ്. ഇത് ക്ലിയർലി ഡിഫൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ഓർഗനൈസേഷനിലുള്ള സബോർഡിനേറ്റ്സ് അവരുടെ സുപ്പീരിയർ ആരാണ്, അതായത് മേലധികാരി ആരാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ സബോർഡിനേറ്റ്സ് തങ്ങളുടെ അധികാര പരിധിക്ക് മുകളിലുള്ള പോളിസി മാറ്റേഴ്സ് ആരുടെ അടുത്താണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടത് എന്നും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. പേര് പോലെ തന്നെ കമാൻഡിൽ യൂണിറ്റി ഉണ്ടാകണം. ഒരു എംപ്ലോയിക്ക് ഒരു സുപ്പീരിയർ ഉണ്ടാകാൻ പാടുള്ളൂ. സെയിം ഒബ്ജക്റ്റീവ് ഉള്ള ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് ഒരു പ്ലാനേ ഉണ്ടാകാൻ പാടുള്ളൂ. സബോർഡിനേറ്റ്സിന് എല്ലാ തവണയും ഒരു അതോറിറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും റിസീവ് ആകണം, അല്ലെങ്കിൽ കിട്ടണം. അല്ലാത്ത പക്ഷം, ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം ഡ്യൂട്ടീസ് നെഗ്ലക്റ്റ് ചെയ്യാനും കോമ്പറ്റീഷൻ ഇല്ലാതാകാനും ഗൈഡൻസ് നഷ്ടപ്പെടാനും കൺട്രോളിംഗ് പവർ നഷ്ടപ്പെടാനും കാരണമാകും. അതുകൂടാതെ മൾട്ടിപ്പിൾ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്ന സമയത്ത് ഈ ഒരു സബോർഡിനേറ്റ്സിന് അനാവശ്യമായിട്ട് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥ വരും. ഇനി മൂന്നാമത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് എഫക്റ്റീവ്ലി സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണമാണ്. ഇതൊരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ സഹായിക്കും. ട്രെയിനിങ്ങിലുള്ള ഒരു എംപ്ലോയിക്ക് കൂടുതലായിട്ട് സൂപ്പർവിഷൻ്റെ ആവശ്യമുണ്ട്. ഇനി അടുത്തത് നാലാമത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഒരു ഓർഗനൈസേഷനിലുള്ള എൻറ്റയർ ആക്ടിവിറ്റീസ് പല ഡിപ്പാർട്ട്മെൻ്റായിട്ട്, പല സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യണം. അതിനുശേഷം ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കിൽസ്, ഇൻട്രസ്റ്റ് തുടങ്ങിയവ കണക്കിലെടുത്തുകൊണ്ട് ഈ ജോലിയൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി ഈ ഒരു ജോലി ചെയ്യാൻ പോകുന്ന ജോലിക്കാർ ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിറ്റ് ആയിരിക്കണം. അടുത്ത പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളാണ്. പിന്നെ ഇനി സൂപ്പർവൈസർ ആണ് തങ്ങളുടെ സബോർഡിനേറ്റ്സിന്റെ ഏതൊരു പ്രവൃത്തിക്കും ഉത്തരവാദി, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ. അടുത്ത പ്രിൻസിപ്പിളാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനേജർ സ്വയം ആയിരിക്കില്ല ജോലി ചെയ്യുന്നത്. അവർ തങ്ങളുടെ സബോർഡിനേറ്റ്സിന് ഈ ഒരു ജോലിയൊക്കെ ഡെലഗേറ്റ് ചെയ്തു കൊടുക്കും, അതായത് ഏൽപ്പിച്ചു കൊടുക്കും. ഏഴാമത്തെ പ്രിൻസിപ്പിളാണ് ഇൻ്റഗ്രേഷൻ വേഴ്സസ് ഡിസിൻറ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഇൻ്റഗ്രേഷൻ. ഇനി ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ് ഡിസിൻറ്റഗ്രേഷൻ. ഇനി എട്ടാമത്തെ പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതോറിറ്റിയും ഡിസിഷൻ മേക്കിംഗ് പവറും ഇതൊക്കെ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു സിംഗിൾ പൊസിഷനിലേക്കോ സിംഗിൾ പേഴ്സണിലേക്കോ കേന്ദ്രീകരിച്ചിരിക്കും. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള പല കാര്യങ്ങളിലും അവിടുത്തെ ലോവർ ലെവലിലുള്ള എംപ്ലോയീസിന് ഡിസിഷൻ എടുക്കാനുള്ള അവകാശം ഉണ്ടാക്കും, അല്ലെങ്കിൽ അധികാരം ഉണ്ടാക്കും. ഇനി ഒമ്പതാമത്തെ പ്രിൻസിപ്പിളാണ് കോർഡിനേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തമ്മിലും ആ ഒരു ഓർഗനൈസേഷനിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അവരെപ്പോഴും കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഇനി പത്താമത്തെ പ്രിൻസിപ്പിളാണ് ഫ്ലെക്സിബിലിറ്റി. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതൊരിക്കലും റിജിഡ് ആകാൻ പാടില്ല. അവർ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം, മാറാൻ തയ്യാറാകണം. പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി ആണ് അടുത്തത്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനും അത് മനസ്സിലാകണം.
ഇനി 12ാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ആൻഡ് കണ്ടിന്യൂറ്റി. അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് എല്ലായിടത്തും ഉണ്ടാക്കണം. അതിപ്പോഴ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈസ് ആയിക്കോട്ടെ, ഫങ്ഷൻസ് ആയിക്കോട്ടെ, സെൻട്രലൈസേഷനിലും ഡീസെൻട്രലൈസേഷനും ആയിക്കോട്ടെ, പിന്നെ ഇനി സ്പാൻ ഓഫ് കൺട്രോൾ ആയിക്കോട്ടെ, ചെയിൻ ഓഫ് കമാൻഡിലായിക്കോട്ടെ, ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഒരു ബാലൻസ് ഉണ്ടാക്കണം. ഒരു സന്തുലനാവസ്ഥയിലായിരിക്കണം എല്ലാം. അവസാനത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ് ആൻഡ് എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷനിലുള്ള സബോർഡിനേറ്റ്സിനെ എഫക്റ്റീവായിട്ട് ലീഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മാനേജ്മെന്റിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ ചാർട്ട്. എന്താണ് ഓർഗനൈസേഷൻ ചാർട്ട്? ഇറ്റ് റെഫേഴ്സ് ടു ദി ഡയഗ്രാമാറ്റിക്കൽ ഫോം വിച്ച് ഷോസ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സിനെ ഡയഗ്രാമാറ്റിക് ഫോമിൽ കാണിച്ചു തരുന്നതിനെയാണ് അല്ലെങ്കിൽ ഷോ ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ മേജർ ഫങ്ഷൻസ്, പിന്നെ റെസ്പെക്റ്റീവ് റിലേഷൻഷിപ്സ്, ചാനൽ ഓഫ് സൂപ്പർവിഷൻ, പിന്നെ റിലേറ്റീവ് അതോറിറ്റി ഓഫ് ഈച്ച് എംപ്ലോയി, ഹൂ ഈസ് ഇൻ ചാർജ് ഓഫ് ഈച്ച് റെസ്പെക്റ്റീവ് ഫങ്ഷൻ. അതായത് ഓരോ എംപ്ലോയീസ് ഒരു ജോലി ചെയ്യല്ലോ, അപ്പോഴതിൻ്റെ അതോറിറ്റിയെയും ഈ ഒരു ഓർഗനൈസേഷൻ ചാർട്ടിൽ കാണിക്കും. അടുത്തത് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ചാർട്ട്. അതിലാദ്യം വരുന്നത് ബോക്സസ് ആണ്. വേരിയസ് ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ബോക്സസ്. ഇനി ടൈറ്റിൽ ഓഫ് ദി പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിൽ കാണപ്പെടുന്ന എഴുത്തുകളാണ്. ഇനി പൊസിഷൻ ഇൻ ദി ഹൈറാർക്കി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നിന്ന് ഈ ഒരു ബോക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഹൈറാർക്കിയിൽ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർമൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പാണ്. അതായത് വേരിയസ് പൊസിഷൻസിനെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഫോർമൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് മിക്കവാറും സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലായിരിക്കും ഉണ്ടാകുക. രണ്ട് ബോക്സസ് തമ്മിലുള്ള ലൈൻസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യും. ഓർഗനൈസേഷൻ ചാർട്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. പിന്നെ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ റെപ്രസെൻ്റ് ചെയ്യും ഇത്. പിന്നെ ഒരു ഓർഗനൈസേഷനിലുള്ള ലൈൻ ഓഫ് അതോറിറ്റിനെ കാണിച്ചു തരും. പിന്നെ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ആര് സൂപ്പർവൈസ് ചെയ്യുന്നു എന്ന് കാണിച്ചു തരും. പിന്നെ എങ്ങനെയാണ് വേരിയസ് യൂണിറ്റ്സ് ഇൻ്റർ റിലേറ്റ് ചെയ്യുന്നത് എന്നും ഇത് കാണിച്ചു തരും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗനൈസേഷൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. രണ്ടാമത്തത് ഒരു ഓർഗനൈസേഷനെ വിഷ്വലൈസ് ചെയ്യാനുള്ള ക്വിക്ക് മെത്തേഡാണ് ഇത്. പിന്നെ ഈസി വേ ടു വിഷ്വലൈസ് എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഒരുപാട് എംപ്ലോയീസിനെ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണിത്. ഇനി നാലാമത്തെ അഡ്വാൻറ്റേജ് പുതിയ എംപ്ലോയീസിനെ പെട്ടെന്ന് ഫെമിലറൈസ് ആകാനും പിന്നെ അവരെ ട്രെയിൻ ചെയ്യാനും കുറെ കൂടി ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ട് ഒരുപാട് ഇൻഫോർമേഷൻ ഇത് നൽകും. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോർമേഷനും ഇത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ വർക്ക് പ്ലേസ് ഓർഗനൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് മാനേജ്മെൻറ്റിന് അതോറിറ്റിയുടെ ഡിഫറെൻറ്റ് പൊസിഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ള മാൻ പവറിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ള വഴിയും കാട്ടിത്തരും. ഇനി ഈ ഒരു ഓർഗനൈസേഷണൽ ചാർട്ടിൻ്റെ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഡസ് നോട്ട് പ്രൊവൈഡ് ഓൾ ദി ഡീറ്റെയിൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റഡ്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും ഇത് നൽകത്തില്ല. ഇറ്റ് ഷോസ് ഓൺലി ഫോർമൽ റിലേഷൻഷിപ്പ്. ഇത് ഫോർമൽ റിലേഷൻഷിപ്പ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഷോ എനിത്തിങ് അബൌട്ട് മാനേജറൽ സ്റ്റൈൽ അഡോപ്റ്റഡ്. മാനേജറൽ സ്റ്റൈലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത് കാണിച്ചു തരത്തില്ല. പിന്നെ ഇത് ഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇത് ടീം സ്പിരിറ്റ് നശിപ്പിക്കും. പിന്നെ ഇത് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആകും. ഇനി ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ 3 ടൈപ്സ് ആണ് ഉള്ളത്. 1 ഹൈറാർക്കിക്കൽ, 2 മെട്രിക്സ്, 3 ഫ്ലാറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ. ആദ്യത്തേത് ഹൈറാർക്കിക്കൽ. ഇത് ഓർഗനൈസേഷൻ്റെ ഫോർമൽ സ്ട്രക്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർട്ടിക്കലിയുള്ള ബോക്സസിൻ്റെ നമ്പർ റാങ്ക്സിൻ്റെ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന. ഹൊറിസോണ്ടലി ഉള്ള ബോക്സസ് എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്നും അല്ലെങ്കിൽ എത്ര ആൾക്കാർ പെർട്ടിക്കുലർ ലെവലിൽ ഉണ്ടെന്നും റെപ്രസെൻ്റ് ചെയ്യുന്ന. ടോപ്പ് റെക്റ്റാങ്കിൾ ബോക്സ് ടോപ്പ് ലെവൽ അഡ്മിനിസ്ട്രേറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന. അതിന് താഴെയുള്ള ബോക്സസ് ഹൈ ലെവൽ മാനേജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന. അതിനും താഴെയുള്ള ബോക്സസ് സബോർഡിനേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന. ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു എക്സിക്യൂട്ടീവ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബോക്സസ് സബോർഡിനേറ്റ്സിൻ്റെ ബോക്സസിനേക്കാളും വലുതായിരിക്കും. പിന്നെ സെയിം ഹൊറിസോണ്ടലി ഉള്ള ബോക്സസ് ഉണ്ടാവുമല്ലോ, സെയിം ലെവലിലുള്ള ബോക്സസ്, അത് സിമിലർ സൈസിലായിരിക്കും. ഇനി അടുത്തത് മെട്രിക്സ് ഓർഗനൈസേഷണൽ ചാർട്ടാണ്.
In this, the organization is divided in such a pattern that the same skilled employees are pooled together in a group reporting to the respective manager of the group. ഇനി ഇതിൽ ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പാറ്റേൺ നോക്കുവാണെങ്കിൽ സെയിം സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെ പിടിച്ച ഒരു ഗ്രൂപ്പിലായിരിക്കും ഇട്ടിട്ടുള്ളത്. ഈ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ മാനേജറിന് ആ ഒരു ഗ്രൂപ്പിന്റെ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉള്ളത്. ഈ ഒരു മെട്രിക്സിന് 2 ആക്സസ് ആണ് ഉള്ളത്. ഒന്ന് വേർട്ടിക്കലി റൺ ചെയ്യും. ഈ വേർട്ടിക്കലി റൺ ചെയ്യുന്ന ആക്സസിന്റെ നേച്ചർ ഫങ്ഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിവിഷണൽ ആയിരിക്കും. ഇനി ഹൊറിസോണ്ടലി റൺ ചെയ്യുന്ന ആക്സസ് റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയസ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ്. മൂന്നാമത്തത് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ചാർട്ട്. ഇറ്റ് മേ കൺസിസ്റ്റ് ഓൺലി മാനേജേഴ്സ് ആൻഡ് ഓപ്പറേഷൻ ലെവൽ നഴ്സസ്. അതായത് ഇതിലാകെ മാനേജേഴ്സും ഓപ്പറേഷൻ ലെവൽ നഴ്സസും മാത്രമേ ഉണ്ടാകുള്ളൂ. ഇതൊക്കെ കുഞ്ഞു ഓർഗനൈസേഷനിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇത് എംപ്ലോയീസിനെ ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും. മറ്റൊരു ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഒന്നാമത്തേത് വേർട്ടിക്കൽ ചാർട്ട്സ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഹയസ്റ്റ് ജോബ് ആയിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ഹയസ്റ്റ് അതോറിറ്റി ആയിരിക്കും ഉണ്ടാകുക. താഴെ താഴെ കോർഡിനേറ്റ്സ് ആയിരിക്കും ഉണ്ടാകുക. രണ്ടാമത്തേത് ഹൊറിസോണ്ടൽ ചാർട്ട്സ് ആണ്. ഇതെന്ന് പറയുന്നത് പിരമിഡ് ഫോമിൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കാണിച്ചു തരുന്നതാണ്. ഇനി അടുത്തത് സർക്കുലർ ചാർട്ട്സ് ആണ്. ഇതിന്റെ സെൻട്രലായിരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു അതോറിറ്റി ഉണ്ടാകുക. പിന്നെ അതിന്റെ കോൺസെൻട്രേറ്റ് സർക്കിൾസിലേക്ക് പോകുമ്പോൾ അതിന്റെ മാനേജ്മെന്റ് ലെവലും പിന്നെ താഴെ 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 സബോർഡിനേറ്റ്സും ഉണ്ടാകും. അതായത് ഏറ്റവും ഒരു സർക്കിളിന്റെ സെൻട്രലായിട്ട് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ഉണ്ടാകും. ആ ഒരു വലുതായി വലുതായി പോകുമ്പോൾ ചുറ്റും ചുറ്റും കൂടിയിട്ട് സബോർഡിനേറ്റ്സ് ആണ് കാണിക്കുക. ഇനി അവസാനത്തേത് ഡിപ്പാർട്ട്മെന്റൽ ചാർട്ടാണ്. ഇത് ജസ്റ്റ് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകുന്നത്. അവിടുത്തെ അതോറിറ്റിയുടെ റിലേഷൻഷിപ്സ്, റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെയാണ് കാണിക്കുന്നത്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്. ഇനി ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൂടി എടുക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകുന്നത് കൊണ്ടാണ് ഇതിൽ ഒതുക്കിയിട്ടുള്ളത്. മറ്റേത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ ആ ഒരു വീഡിയോ പെട്ടെന്ന് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ ബൈ.